ബീജാക്ഷരം പോലും അറിയില്ല. രാധന്റെ ബീജാക്ഷരം. എടോ കണ്ടാക്കെ എവിടെ നിൽക്കുവടോ? ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണി. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ. ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിനാണോ എന്തോ ഈശ്വര കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ. ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ നിന്ന്. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ് ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് അല്ലേ മാഡം? അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. ശരി മാഡം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞില്ലേ സുനിത മെമ്പർ സൂപ്പറാണ്. ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിലിരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. എല്ലാവരും ഓർത്തോ, ഇത്തവണ എന്റെ ഡേ ആണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്തു പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. ചായം കടി ചൂട് മുഞ്ചിക്കണം. ചായം കടി നടക്കണം. അവന്മാര് പോയി ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്തോ. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. നിനക്ക് ആ നൂറിനാടുന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചതായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ കാ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയാ. കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റിപ്പോക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട ഓരോന്ന് വിചാരിക്കണ്ട. അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDPക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്. പഴയൊരു മുട്ടകടി ബാക്കി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ലേ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസയുടെ കാര്യം ഇപ്പോൾ പൈസക്കാരൻ വന്നോ? ഈ വീടിക്കൊക്കെ ഇപ്പൊ ചന്ദനത്തിരിയുടെ മണവ. എന്ത് ചെയ്യാനാ? നടക്ക് കുഞ്ഞമ്പുസകാവ്, ശശി, ഒല്ലീന, ബാബുരാ വിളിച്ച എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം.
കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിനെ ദുർബലപ്പെടുത്തും ചെന്താമർഷൻ സഖാവേ. പാവപ്പെട്ടവന്റെ കൂടെയല്ലേ എന്നും പാർട്ടി നിൽക്കേണ്ടത്. അത് ശരിയാ. കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി. പാർട്ടി ഒരു ബലിക്കാക്കയല്ല കണ്ടെടുത്തൊക്കെ തിരഞ്ഞു നടക്കാൻ. USSRന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ? താക്കീത് വേണോ തരം താരത്തിൽ വേണോ? അപ്പൊ പേടിയുണ്ട് അല്ലേ? ആ പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത്. അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ. പോകാ. ആ പിള്ളേ, താത്വികമായി പാർട്ടി പപ്സിനെതിരാണെങ്കിലും ബീഫ് ആയതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം. വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും അല്ലേ? വർഗീയ ശക്തികൾ പരസ്പരം മുലയൂട്ടി അതിവേഗം വളരുകയാണ്. വേണം. ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോംവഴിയാവൂ. നോക്കാം. ചേട്ടോ, ഞങ്ങള് പഞ്ചായത്തിൽ പരദേശി മോഡ് നടപ്പാക്കാൻ പോകുന്ന അറിഞ്ഞില്ലേ? അയ്യോ, അതപ്പം എല്ലാ ബംഗാളികളെ ആസാമിലേക്ക് കയറ്റിവിടാൻ പോവാ. മിത്രമേ, മലയാളിയൊന്നും പണിക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ഇവരില്ല എന്റെ കട പൂട്ടി പോവും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, രാജ്യമാണ് പ്രധാനം. യഥോ ധർമ്മ തഥോ ജയ. महाफलेषु कदाचन। लेकिन उससे पहले एक विशेष सूचना। आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कन्नूर से। गाना है परदेसी। ചലോ മിത്രം. എന്തോ വലുത് ये വരാൻ गाना सुनिए। അതുകൊണ്ട് ഇത്തവണ ബംഗാളിയെ വെറുതെ വിടാം. आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे। മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, അത് ഇത്തിരി കൂടുതലല്ലേ എന്നെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പം 2500 രൂപ ഞാനങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തില് ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിയിട്ട് തന്നേ. ഒരു MP കൂടെ പോയി. അത് വെട്ടാം. അത് തൊടാൻ പറ്റത്തില്ല, അത് ഹൈക്കമാൻഡാ. ഒരു 100 രൂപ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു. എടാ, നിനക്ക് വല്ല പണിക്കോ കൂടി? 100 രൂപ അത് നമ്മുടെ അടുത്ത് കണ്ടിട്ട് എത്ര ആളായി? അടുത്ത പശുവായിട്ട് സുനന്ദ ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സാമ്പത്തികമായി മുന്നേറിയ ശേഷം മറ്റുള്ള രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുന്ന ചൈനയുടെ തന്ത്രമാണ് അവളുടെ. അത് ശരിയാ. ഇത് തന്നെയല്ലേ അവിടുത്തെ കൊണ്ടുവരാ അണ്ടി ഓഫീസിൽ നടക്കുന്നേ? കൊണ്ടുവരേ ഇത് തന്നെ അണ്ടിയാ. ആ അവിടെ നമ്മുടെ പട്ടിണി മാറുന്നുണ്ടെങ്കിൽ ചൗധരിജി കനിയണം. കഞ്ഞി. ആ കഞ്ഞി ദൈവം. इतना समय वाच नहीं है ना. देखा പിടിച്ചാ പിടിച്ചാ തിരിച്ച് പശ ഇങ്ങനെ തേക്ക 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 ഏസ ഓട്ട ഒട്ട ഒട്ട തേക്ക തൂസ തേക്ക തേക്ക എന്നിട്ട് ഇങ്ങനെ മറിച്ച് ഓ ഒട്ടിക്ക ഒട്ട ഒട്ട മനസ്സാ തീസറ ചാർസ ഇതർ ഒട്ടനെ ഇതർ വർണ്ണക്ക വരക്കുള്ള വർണ്ണക്ക വർണ്ണക്ക വര 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 ചാർസ ചലോ ബാ. ചേട്ടാ, എന്ത് പണിയാണോ ഞാൻ ചെയ്തോളാം പ്ലീസ്. ശരിയാണല്ലോ, ഇപ്പൊ മൊത്തം നമ്മൾ ഒട്ടിച്ചു തീർത്താനെ. പിടിച്ചേ പറക്കോ പിടിച്ചേ ദേഖനെ കറന്ന സ്ഥലത്തൊക്കെ കറണം. നമ്മളെ കൊണ്ടുപോകാൻ മേ വരുമ്പോ ഹും ഹൈ. ഓ ഓക്കെ, കാലാട്ട് ഇവിടെ ഇരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പുമ്പോ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? ബാക്കിയുള്ളവർ പശേച്ച് മതിയായി. ചൗധരിച്ചിട്ട് കാണട്ടെ, കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട്. എന്തോ പണയുമ്പോ കണ്ടോ കഥപുസ്തകം വായിച്ചോണ്ടിരുന്നോ? അച്ഛ വിശക്കുന്ന പശ അല്ല ദോശ. എടാ ഇവരെന്ത് ചതിയാണ് എന്റെ ഫോട്ടോ അവരെ ഫോട്ടോ. എടാ
नमस्ते नमस्ते वणक्कम वणक्कम नमस्ते नमस्ते नमस्कार जी वेलकम नमस्कार नमस्कार ये जी नीना खुशी नीना जी 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 आओ आओ ഇത് हमारा बेटी अलीना है अलीना जी यूथ विंग ज्वाइन करिए आओ अलेक्स जी हाँ ये केरला है कि अमेरिका है? नहीं नहीं दिस इज चक्करकुडम आई नो दैट आई नो वेयर आई हैव कम आओ आओ आज केरला का बर्थडे है ना हाँ मैं दिल्ली का मुंडा मुंड पहन के आ गया और आप मलयाली में कहा सके आप अయ్యో ఇదెల్లా మలయాళీ సార్ बंगाली नहीं है మేము మలయాళీ హే जी ऑफ कोर्स आई नो ये कौन है मेंबर मैम सुनंदा ये पंचायत का मेंबर है आवर पार्टी इज ब्यूटीफुल ब्यूटी കിതർ ഗയ എവിടെ പോയി എവിടെയോ പോയി കിതറോ ഗയ നന്ദി ധന്യവാദ് हमारे यहाँ आपको नम्रता के साथ स्वागत है अरे बिल्कुल आइए, कम, आइए। कम। സെറ്റിൽമെന്റ് കൊടുക്കാൻ പറഞ്ഞില്ല ചൗധരി കൈവിട്ടു So many balloons बहुत खर्चा किया ये सीट एंड यार ഈ മുണ്ട് പൊക്കി കാണിച്ച സ്റ്റേജിൽ കയറ്റും ഉറപ്പാണോ പിന്നെ ഉറപ്പല്ലേ നമസ്കാർ നമസ്കാർ ഇരിക്കെ 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 ഇങ്ങോട്ട് അടിച്ചു കയറുന്നേ നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ പ്രവർത്തകർ താഴെ യൂത്ത് വിങ്ങിന്റെ എന്ത് എന്ത് ഊത്ത് അടപ്പില്ലടാ അലക്സി എന്റെ നീനെ നോക്കി ചൗധരിജിക്ക് നമ്മളെ കണ്ടിട്ട് നമ്മൾ മുമ്പിരിക്കണ്ടേ വാ ദേശീയ നേതാവ് ശ്രീ ഹരിറായ് ചൗധരി ഏതാനും വാക്കുകൾ സംസാരിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ഹരിറായ് ചൗധരിജി. ആവോ ആവോ സർ आई लव चक्रकुडम आदरणीय एलेक्स जी पुष्करन जी कनप्पन जी और सुनंदा जी ആ ബലൂൺ മുഴുവൻ നമ്മുടെ ശ്വാസവും नीना जी बिंदु जी सिंधु जी एंटनी जी कोटन जी केरल के सभी जी को मैं दिल से नमस्कार करता हूँ അതെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സുനന്ദ സിന്ധു ബിന്ദു എന്നിവർക്കും നമസ്കാരം ये जो इतना बड़ा समूह आज हमारे ഇതിലും ഭേദം വല്ല ചോട്ടാ ഭീം എന്നാണ് കരുതുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് कि आप लोगों के दिल में हमारे लिए कितना प्रेम है നിങ്ങൾക്കുള്ള സ്നേഹവും നമുക്ക് മനസ്സിലാവും मैं उसके लिए आपका धन्यवाद करना चाहता हूँ ये സ്നേഹത്തിൽ धन्यवाद करना चाहता हूँ ആ അതെ എന്റെ കൂപ്പുകൈ आप इस सुनंदा जी आप पास आइए അടുത്തു വരൂ സുനന്ദേ आप इधर आइए ये माइक बहुत अच्छा ഇവൻ കേന്ദ്രനല്ല വേന്ദ്രനാ क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर कम क्लोजर पास आ जाइए कंफर्टेबल नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ് इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ लेकिन हम इंडिया को वापस लाएंगे അയ്യോ പക്ഷെ നമ്മൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കും हमारे देश में केवल दो ही प्रॉब्लम्स है एक रोटी की और एक धोती की ये दूसरी നീങ്ങിയത് നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് അരിയും മറ്റത് മുണ്ടും പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വല്ല ഹിന്ദി കൊടുത്താൽ മതിയായിരുന്നു എന്തെങ്കിലും മനസ്സിലായിരുന്നു എന്തോ ഹിന്ദി ഞാൻ ടീഷർട്ട് വാങ്ങിച്ചു തന്നിരിക്കുന്ന എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ പിന്നെ ബാക്കിയുള്ള എല്ലാ ഊളുകളും അവരെ ഫോട്ടോ വെച്ച് അടിച്ചേക്കണം നിന്റെ പിടിപ്പെടാൻ വിളിച്ച മുദ്രാവാക്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ടീമുകളാ പക്ഷെ ഇന്ന് തന്നെ ഞാൻ അടുത്ത കുറ്റടിയും നീ ഓക്കെ എം എൽ എ എം പി ഒക്കെ ഇനി സ്വപ്നങ്ങൾ മാത്രം ഈ പഞ്ചായത്തിലെങ്കിലും എന്തെങ്കിലും ആകാമെന്ന് കരുതി അടി കടിച്ചു കിടക്കുന്നു അതും നടക്കുമെന്ന് തോന്നില്ല ചൗധരി ജിയും 3G ആയി ഒരു സ്ഥാനത്ത് കയറിയ പിന്നെ ചത്തേ മാറും വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ
വേറെ എന്ത് പണി അണിയാം? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കതർ ഷർട്ടും ലെതർ പേഴ്സൊക്കെ ഉണ്ട് കയ്യിൽ. പേഴ്സിലാണെങ്കിൽ 5 നയ പൈസ ഇല്ല. ദാരിദ്ര്യം. ചാനൽ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. അവർക്കാണെങ്കിൽ വക്കീല് അല്ലെങ്കിൽ രാഷ്ട്രീയ സീമ്പെടുത്തക്കാർ മതി. രാഷ്ട്രീയ സീമ്പെടുത്തക്കാരോ? രാഷ്ട്രീയ നിരീക്ഷകർ. ഓ, എനിക്കാണെങ്കിൽ കുറെ കടമുണ്ട്. എടാ, കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം ആരും തേക്കാൻ നിൽക്കരുത് കേട്ടോ. എടാ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിക്കടാ. എടാ, ലീഡർക്ക് ഏപ്രിൽ ഉഷാറാക്കും. ഇക്ക ഒരു 10 പൊറോട്ട 2 BDF. അല്ല, ഇപ്പൊ ഉഷാറാക്കാനല്ല പറഞ്ഞത്. ഉഷാറാക്കാൻ ഇനി പറയണ്ടാട്ടാ, വീണ്ടും അവൻ ഓർഡർ ചെയ്യും.